അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോർ ഓസ്ട്രേലിയക്കെതിരെയുള്ള 227 റൺസായിരുന്നു. ഏകദിന കരിയറിലാണെങ്കിൽ അദ്ദേഹം 9 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. ഹയസ്റ്റ് സ്കോർ 130 T20 ക്രിക്കറ്റിൽ IPL-ലും മറ്റുമായി അദ്ദേഹത്തിൻ്റെ സെഞ്ചുറികൾ അദ്ദേഹം നേടിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ 32 സെഞ്ചുറികളാണ് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ നേടിയിട്ടുള്ളത്. അതുപോലെ ടെസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ ഏകദേശം ബംഗ്ലാദേശിനും സിംബാബ്വേക്കും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ടെസ്റ്റ് നേഷൻസിനെതിരെയും അദ്ദേഹം സെഞ്ചുറി കുറിച്ചിട്ടുണ്ട്. ആഷസിലെ ഷെയ്ൻ വോണിനെതിരെയുള്ള മികച്ച പ്രകടനങ്ങളോടെയാണ് 2005 ആഷസിന് ശേഷം KP എന്ന അതികായൻ ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ വരവറിയിക്കുന്നത്. പിന്നീടുള്ള ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം ഇംഗ്ലീഷ് ക്രിക്കറ്റിൻ്റെ പതാകവാഹകനായിരുന്നു KP-യുടെ ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ നിന്നുള്ള അകാലത്തിൽ നിന്നുള്ള പുറത്താകലിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ആ കാലത്തെ ഇംഗ്ലീഷ് കോച്ചായിരുന്ന ആൻഡി ഫ്ലവറിനെ കുറിച്ച് കൂടി പരാമർശിക്കണം. റിവേഴ്സ് സ്വീപ്പുകളുടെ ആശാനായിരുന്ന ഒരു കാലത്തെ സിംബാബ്വേയുടെ എല്ലാമായിരുന്ന ആൻഡി ഫ്ലവർ അദ്ദേഹം വിരമിച്ചതിന് ശേഷമാണ് പിന്നീട് ഇംഗ്ലീഷ് ടീമിൻ്റെതടക്കം കോച്ചായി സേവനമനുഷ്ഠിച്ച് രംഗത്തെത്തിയത്. അതായത് ആ കാലത്ത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡും KP-യും തമ്മിലുള്ള അസ്വാരസ്യം മൂർച്ഛിക്കുന്ന സമയത്ത് ഫ്ലവർ ആയിരുന്നു അവരുടെ കോച്ച്. ഫ്ലവറിൻ്റെ കോച്ചിങ് കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിരുന്നു അന്നത്തെ സൂപ്പർ ബാറ്ററായിരുന്ന കെവിൻ പീറ്റേഴ്സണുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇരുവരും തമ്മിലുള്ള സംഘർഷങ്ങളുമെല്ലാം. 2008 മുതൽ 2014 വരെ ഇംഗ്ലണ്ട് ടീമിൻ്റെ പരിശീലകനായിരുന്ന ഫ്ലവർ തുടർന്ന് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ടീമിൻ്റെ പ്രധാന താരം, നമുക്കറിയാം സൂപ്പർ താരം, അതൊക്കെയായിരുന്നു കെവിൻ പീറ്റേഴ്സൺ. നമ്മുടെ വിരാട് കോഹ്ലിയെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ടീമിലെ സ്ഥാനം, അതുപോലെയായിരുന്നു പീറ്റേഴ്സൻ്റെ ഇംഗ്ലീഷ് ടീമിലെ ആ സമയത്തെ സ്ഥാനം. ഇംഗ്ലീഷ് ടീമിൻ്റെ പതിഞ്ഞ താളമെന്ന മനോഭാവം പോലും മാറ്റിയ ഹീറോ ആയിരുന്നു കെവിൻ പീറ്റേഴ്സൺ ആ സമയത്ത്. ഒരു ഇംഗ്ലീഷുകാരൻ ആയിരുന്നില്ലെങ്കിൽ പോലും തൻ്റെ രാജ്യത്തെ ക്വാട്ട വ്യവസ്ഥയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ സൗത്ത് ആഫ്രിക്കൻ വംശജനായിരുന്നു കെവിൻ പീറ്റേഴ്സൺ എന്ന KP. ഇംഗ്ലീഷ് ക്രിക്കറ്റിന് തീർത്തും പരിചിതമല്ലാത്ത ആറ്റിറ്റ്യൂഡും ടാറ്റു പതിപ്പിച്ച മസിലുകളും ഫെങ്കി കളർഫുൾ ഹെയർ സ്റ്റൈലും ഒക്കെയായി വന്ന കെവിൻ പീറ്റേഴ്സൺ അദ്ദേഹം ഒരു വ്യത്യസ്തനായിരുന്നു. ഡാരിങ് ഡബിൾ ആയിരുന്നു കെവിൻ പീറ്റേഴ്സൺ. തൻ്റെ ജന്മദേശത്തിനെതിരെ, അതായത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന ഒരു പരമ്പരയിൽ തന്നെ 3 ഏകദിന സെഞ്ചുറികളുമായിട്ടാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വരവറിയിച്ചത്. മാറ്റത്തിൻ്റെ പാതയിലേക്ക് നീങ്ങിയ ഇംഗ്ലീഷ് പടയ്ക്കും ആൻഡ്രൂ ഫ്ലിൻറ്റോഫിനും ഒപ്പം അയാളും ചേർന്നതോടെ 18 വർഷം നീണ്ട ഇംഗ്ലണ്ടിൻ്റെ ആഷസ് പരമ്പര വരൾച്ചയ്ക്കും വിരാമമാവുകയായിരുന്നു. 2005